اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهم على الآكام والجبال ومنابت الشجر. അല്ലാഹുമ്മ ദുആ സ്വീകരിക്കട്ടെ. ആമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ സ്വഹാബി ജഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ മുത്തനബി തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ഹദീസ് ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും കാണാൻ കഴിയും. അവിടുത്തെ വഫാത്തിന്റെ 80 ദിവസം മുമ്പാണ്. നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് യാത്ര അടയാളമോ ക്ഷീണമോ ഒന്നും കാണാത്ത ഒരു വഴിയാത്രക്കാരനെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഹബീബായ തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപിടി ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുമ്പോൾ സ്വദഖത, അങ്ങയുടെ മറുപടി ശരിയാണല്ലോ നബിയെ എന്ന് ശരിവെക്കുകയും ചെയ്ത് അത്ഭുതകരമായൊരു ഹദീസ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ ഇരിക്കുന്ന ഒരു സദസ്സിൽ നടന്ന വലിയൊരു അത്ഭുതമുണ്ട്. ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് എന്നാണ് പണ്ഡിത ലോകത്ത് ഈ ഹദീസിന് അറിയപ്പെടുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പ്രമുഖമായ 2 അടയാളങ്ങളെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് ആ ഹദീസിലാണ്. ലോകാവസാനമാകുമ്പോൾ ആകാശം മുട്ട വരുന്ന വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതും മക്കൾ മാതാപിതാക്കളോട് അടിമകളെപ്പോലെ പെരുമാറുന്ന കാലം, അനാദരവ് കാണിക്കുന്ന കാലം എന്ന 2 ഹദീസുകൾ, 2 സൂചനകൾ നബി തങ്ങൾ കൊടുത്ത ഹദീസ് കൂടിയാണ് ഈ ദീർഘമായ ഹദീസ്. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ചോദിച്ചു, നബിയെ ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം നബിയെ. അപ്പോൾ ഒരു ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉത്തരമറിയാത്ത ആളാണല്ലോ ചോദിക്കുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം കൊടുക്കുന്നു. ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതുഖീമ സ്വലാഹ് വതുഅതിയ സകാ വതസൂമ റമളാന വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാമിന്റെ 5 റുക്നുകളും പറഞ്ഞു കൊടുത്തു. 5 ഇസ്ലാമിന്റെ പ്രൈമറി ആർട്ടിക്കിൾസ് ഓഫ് ഇസ്ലാം. ഇത് 5ഉം പറഞ്ഞു കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ നബിയെ. അപ്പൊ സ്വഹാബിമാർക്ക് അറിഞ്ഞില്ല ഈ ചോദിക്കുന്ന ആൾ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന്. അവരൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു. അടുത്ത ചോദ്യം വരുന്നു, വമൽ ഈമാൻ, എന്താണ് നബിയെ ഈമാൻ? ഖാല അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈമാനിന്റെ 6 റുക്നുകളും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം സ്വദഖത, നിങ്ങൾ പറഞ്ഞ മറുപടി ശരിയാണ്. 3ാമത്തെ ചോദ്യം വന്നത് ഇതാണ്. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്താണ്? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം അറബ് ഭാഷയിൽ ഏറ്റവും നല്ല നന്മ ചെയ്യുക എന്നാണ്. ഒരു മനുഷ്യന് ഈ ഭൂമി ലോകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ അൻ തഅബുദല്ലാഹ്, നീ ഇടപെടുന്ന എല്ലാ ഇബാദത്തുകളിലും കഅന്നക തറാഹ്, അല്ലാഹുവിനെ കാണുന്ന പോലെ നമ്മൾ ഇബാദത്ത് ചെയ്യലാണ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വലാത്തും നമ്മുടെ വഅദും നമ്മൾ ഇരിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ വീട്ടിലെ പെരുമാറ്റങ്ങളും സമൂഹത്തിലെ ഇടപെടലുകളും എല്ലാം കഅന്നക തറാഹ്, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം മാത്രമല്ല, എല്ലാ ഇബാദത്തും. ഒരു മുഅ്മിനിന്റെ ജുല്ലു അഅമാലിഹി ഇബാദ, ഒരു മുഅ്മിനിന്റെ അമലുകൾ മുഴുവനും ഇബാദത്താണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അല്ലാഹുവിനെ കാണുന്ന പോലെ നീ ഇബാദത്ത് ചെയ്യലാണ്. വഇൻ ലം തകുൻ തറാഹ്, അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വദഖത, മറുപടി ശരിയാണ് നബിയെ. മതസ്സാഅ, ഇനി എപ്പോഴാണ് ഖിയാമത്ത് നാൾ? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച നിങ്ങളെക്കാളും ആ വിഷയം അറിയുന്നവരല്ലല്ലോ. നമുക്ക് 2 പേർക്കും അറിയില്ല, അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അഖ്ബിർനി അൻ അമാറാതിഹ, അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരൂ നബിയെ. ഖാല അൻ തലിദൽ അമദു റബ്ബതഹ
വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആ അശ്ശായ് യതതാവലൂന ഫിൽ ബുന്യാൻ. ആ രണ്ടടയാളം പറഞ്ഞു കൊടുത്തു. അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 36ഓളം വ്യാഖ്യാനങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ ഈ ഒരൊറ്റ വാക്കിന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് മക്കൾ മാതാപിതാക്കളോട് അടിമകളോടെന്ന പോലെ പെരുമാറുക എന്നാണ്. രണ്ടാമത്തേത് മുസ്ലിം ലോകത്തെ അറബികളിൽ വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാകുന്ന കാലം. ഇത് കഴിഞ്ഞവർ എഴുന്നേറ്റ് പോവാൻ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു മഹാനായ ഉമർ തങ്ങളോട്, ഉമറെ അതദ്രി മനിസ് സാഇൽ, ആ ചോദിച്ചു വന്ന ആൾ ആരാ നിങ്ങൾക്കറിയോ? അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമേ അറിയുകയുള്ളൂ, നബിയെ എനിക്കറിയൂല. പോയി നോക്കിൻ, പുറത്തെങ്ങാനുണ്ടോ എന്ന് നോക്കിൻ. ഞാൻ പുറത്തു ചെന്ന് നോക്കി. ഫലബിസ്തു മലിയൻ, കുറച്ചു നേരം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോഴേക്കും ആളെ കാണാനില്ല. ഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതായിരുന്നു അതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മദീനയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം പൂർത്തിയാകുന്ന, ഇസ്ലാമിന് കമാൽ അള്ളാഹു നൽകിയ, ഇത്മാം അള്ളാഹു നടത്തിക്കഴിഞ്ഞ, ഇസ്ലാമിന്റെ പെർഫെക്ഷൻ അള്ളാഹു നടത്തിയ സമയം, ഇസ്ലാം എന്താണെന്ന് ആകത്തുകയായി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചോദ്യങ്ങളുമായി വന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, ഈമാനിന്റെ 6 വിഷയങ്ങൾ, പിന്നെ ഇഹ്സാൻ. ഉലമാ പറയും ഫുഖഹാ ചെയ്യുന്ന ദൗത്യം, ഫിഖ്ഹ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചെയ്യുന്നത് ഇസ്ലാം കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. ഈമാൻ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഉലമാ ഉൽ അഖീദ, അഖീദയുടെ ആലിമീങ്ങളാണ്. അവരാണ് ഈമാൻ കാര്യങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് വിശദീകരിച്ചു തരാം. എന്നാൽ ഇഹ്സാൻ, അള്ളാഹുവിനെ നീ കാണുന്ന പോലെ ജീവിക്കുക എന്ന് പറഞ്ഞ ആ ഭാഗം, അത് ചെയ്യുന്നത് തസവുഫിന്റെ ആലിമീങ്ങളാണ്. അള്ളാഹുവിനെ നിസ്കരിച്ചു, നോമ്പെടുത്തു, ആ ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ രൂഢമൂലമായി കഴിഞ്ഞാൽ, ഇപ്പൊ എന്തിനാണ് നിസ്കരിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഈമാൻ കാര്യം. എന്തിനു നിസ്കരിക്കുന്നു? ഫഇന്നി ഊമിനു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അന്ത്യനാളിലും അള്ളാഹുവിന്റെ മുർസലീങ്ങളിലും കിതാബുകളിലും വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുക. ഈമാനും ഇസ്ലാമുമായി കഴിഞ്ഞാൽ പിന്നെ എത്തുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇഹ്സാനിന്റെ പടിയിലേക്കാണ്. എങ്ങനെ? പടച്ച റബ്ബേ, നീ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ നിന്നിൽ വിശ്വസിച്ചു, ആ വിശ്വാസം കാരണം എന്റെ അമലുകൾ ഞാൻ നിനക്ക് വേണ്ടിയുള്ളതാക്കി തന്നു പടച്ചവനെ. എന്നാൽ അല്ലാഹുവേ, നിന്നെ കാണുന്ന പോലെ എനിക്ക് ഇബാദത്ത് ചെയ്യണം. നിന്റെ സാമീപ്യം, നിന്റെ ഹളറത്തുൽ ഖുദ്സിയ, നിന്റെ പരിശുദ്ധമായ പരിപാവനമായ നിന്റെ ഹളറത്ത് എനിക്ക് ആസ്വദിക്കണം പടച്ചവനെ. അതിന് ഞാൻ എന്ത് ചെയ്യണം? അത് പഠിപ്പിച്ചു തരുന്നത് ഉലമാ ഉൽ തസവുഫാണ്, തസവുഫിന്റെ ആലിമീങ്ങളാണ്. അങ്ങനെ ഫുഖഹാ, ഉലമാ ഉൽ അഖീദ, ഉലമാ ഉൽ തസവുഫ്, ഈ 3 വിഭാഗം പണ്ഡിതന്മാരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ദീൻ പരിപൂർണമാകുന്നത്. ആ ഇഹ്സാനിലേക്ക് നമ്മൾ വഴിതടത്തുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സ്വഹാബിമാർ, അവർക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷം വരുന്ന സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും എല്ലാം മുഅ്മിനീങ്ങളെ ഇഹ്സാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹു നമ്മയും അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളുടെ സുഹ്ബത്ത്, സ്വാലിഹീങ്ങളുടെ സുഹ്ബത്ത്, നല്ലവരോട് കൂടെ ജീവിക്കുക എന്നതാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി. അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി എങ്ങനെയാണ്? ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ ഈ ലോകത്തെ വലിയ സൗഭാഗ്യവാന്മാരാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അലൈക ബിത്വരീഖിൽ ഹഖ് വലാ തസ്തൗഹിഷ് ലിഖില്ലത്തി സാലികീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ثم أماته فأقبره, അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളെ മരിപ്പിക്കുകയും മരണത്തിന് ശേഷം നിങ്ങൾക്ക് അല്ലാഹു ഒരു ഖബർ വാസം നൽകുകയും ചെയ്തത്. അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ثم أماته فأقبره, മനുഷ്യന് ചെയ്ത നിഅമത്തുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ്, മഹത്തുക്കളായ ആളുകളെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോ ജീവിതകാലത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, നമുക്കറിയാൻ പറ്റാത്ത ആളുകൾ, ആ മഹത്തുക്കളായ ആളുകളെ വഫാത്തിന് ശേഷം സന്ദർശിക്കാൻ നമുക്ക് അവസരം നൽകുന്നത് അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം അവരെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോഴാണ്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഭസ്മമാക്കി കളയുകയോ ശവശരീരം ഇനി ഒഴുക്കിക്കളഞ്ഞാൽ മതി എന്നൊക്കെ അവർ ചിന്തിക്കുന്ന പോലെ നശിപ്പിച്ചു കളയുകയായിരുന്നുവെങ്കിൽ നമ്മുടെ
മുമ്പ് കഴിഞ്ഞുപോയ തലമുറയുമായി ആത്മീയ ബന്ധം ഡയറക്റ്റ് അനുഭവിക്കാനുള്ള ഒരു വസീല നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. നമുക്ക് അവരെ സിയാറത്ത് ചെയ്യാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന പോലെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഹബീബ് തങ്ങളുടെ ഹുജറയിലേക്ക് ഞാൻ കടന്നു പോകും. എന്റെ ശരീരത്തിൽ ചിലപ്പോ എന്റെ ശരീരഭാഗങ്ങളിൽ ചില ഭാഗത്ത് എന്റെ തലയിലോ മറ്റോ വസ്ത്രം ചിലപ്പോൾ നീങ്ങിപ്പോയേക്കും, ഞാൻ പ്രശ്നക്കാരില്ല, അതെന്റെ ഭർത്താവാണ്. ഇന്നമാ ഹുവ സൗജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ വന്നു കടന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ റസൂൽ, എന്റെ ഭർത്താവ്, പിന്നെ എന്റെ വാപ്പ. അതുകൊണ്ട് തലമുടിയൊന്നും കണ്ടാലൊന്നും കുഴപ്പമില്ലല്ലോ, എന്റെ വാപ്പയല്ലേ, എന്റെ ഭർത്താവല്ലേ. ഫലമ്മാ ദുഫിന ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തപ്പോ ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള എന്റെ ഔറത്ത്, എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങൾ മറക്കണമോ അത് മുഴുവൻ മറച്ചുകൊണ്ടേ ഞാൻ ആ ഹുജ്റയിലേക്ക് പോകാറുള്ളൂ. ഹയാഅൻ മിൻ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എനിക്ക് നാണമായിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അതിന്റെ അർത്ഥം ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു തരം ഭൗതികത, അത്തരം ചിന്തകൾ വ്യാപിക്കുന്ന കാലമാണ്. ലോകത്ത് ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ, ഇങ്ങനെ രണ്ട് ഡൈമെൻഷൻസ് ഈ പ്രപഞ്ചത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളാണ്. ഈ പ്രപഞ്ചത്തിന്റെ രണ്ട് ഡൈമെൻഷൻ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് റൂഹും ജസദുമാണ്. ജസദ് നശിച്ചു കഴിഞ്ഞാലും റൂഹ് അവിടെ ബാക്കിയുണ്ട്. ജസദ് ടാഞ്ചിബിൾ ആണ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, തൊടാൻ പറ്റും ശരീരം. പക്ഷെ നമ്മുടെ റൂഹ് തൊടാൻ കഴിയില്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ആ റൂഹിന്റെ സാമീപ്യം ഇല്ലാതെയായാൽ നമ്മൾ പിന്നെ മയ്യിത്താണ്. അതുകൊണ്ട് റൂഹ് എന്നത് മെറ്റാഫിസിക്കലാണ്, നമ്മുടെ ശരീരം ഫിസിക്കലാണ്. അല്ലെങ്കിൽ റൂഹ് സ്പിരിച്വൽ സൈഡാണ്, നമ്മുടെ സ്പിരിച്വൽ ഡൈമെൻഷൻ, നമ്മുടെ ശരീരം മെറ്റീരിയൽ ഡൈമെൻഷനാണ്. ഇത് രണ്ടുമുള്ള ലോകമാണ് അള്ളാഹുവിന്റെ ലോകമെന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ ഔലിയാഇന്റെ ലോകത്തെ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തർബിയത്ത് ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബികൾക്ക് ലഭിച്ചു, താബിഈങ്ങൾക്ക്, താബിഈങ്ങളുടെ കാലമായി അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഒരു പിടി ആളുകൾ പൈസയുടെ പിന്നാലെ പോകുന്ന ഒരു അന്തരീക്ഷം വന്നപ്പോഴാണ് സ്വലാഹിന്റെയും നന്മയുടെയും ആളുകൾ അഹ്ലു തസവ്വുഫ് അല്ലെങ്കിൽ മുതസവ്വിഫ് എന്നറിയുന്ന തസവ്വുഫിന്റെ ആളുകളായി അറിയപ്പെടാൻ തുടങ്ങിയത്. താബിഈങ്ങളുടെ ആ ഒരു കാലം മുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. സ്വഹാബിമാർ ഹബീബായ തങ്ങളിൽ നിന്ന് സ്വീകരിച്ചവരാണ് തർബീത്ത്. അതുകൊണ്ട് അവിടെ തസവ്വുഫ് ചർച്ചയല്ല. താബിഈങ്ങൾ സ്വഹാബത്തിൽ നിന്ന് സ്വീകരിച്ചവരാണ്, അതുകൊണ്ട് തസവ്വുഫ് അവിടെ ചർച്ചയായില്ല. ആ ഒരു പേരും ആ ഒരു ആചാരവും ശ്രദ്ധിക്കപ്പെടുന്നത് ദുന്യാവിന്റെ അഹ്ലുകാരിൽ നിന്ന് അള്ളാഹുവിന്റെ അഹ്ലുകാരെ വേർതിരിച്ചു കാണാനാണ്. അപ്പോ ഈ മാർഗത്തിലേക്ക് കടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൂടാ. കാരണം ഇൽമുൽ ഫിഖ് ഹബീബിന്റെ കാലത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു ഉസൂലുൽ ഹദീസ് നബി തങ്ങളുടെ കാലത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമുൻ നഹ്വ്, ഇൽമുൽ മറ്റൊരുപാട് ഇൽമിന്റെ ശാഖകൾ, ഉപശാഖകളെല്ലാം ഉണ്ടായത് ഹബീബിന്റെ കാലശേഷമാണ്. വലം യുൻകിർഹ അഹദും മിനൽ ഉലമ, ആരും അതിനെ നിരാകരിച്ചവരല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ഒരു സംഗതി പിന്നീട് ഉണ്ടായി എന്ന് പറഞ്ഞ് നന്മയുടെ ഇഹ്സാനിന്റെ വഴിയിലേക്ക് വിളിക്കുന്ന ഒരു മഹാ ഉലമാഇന്റെ, അള്ളാഹുവിന്റെ സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മയെ നിസ്സാരപ്പെടുത്തി കാണുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ആഖിബത്ത് മോശമാവാൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തർബിയത്തിന്റെ ആലിമീങ്ങൾ ലോകത്ത് എന്നും ഉണ്ടായിട്ടുണ്ട്. ചില മാർഗങ്ങളിലേക്ക് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയാണ്, അലൈക ബിത്വരീഖിൽ ഹഖ്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടക്കണം. വലാ തസ്തൗഹിഷ് ലിഖില്ലത്തി സാലികീൻ, ആ തസവ്വുഫിന്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ എണ്ണം കുറവാണല്ലോ, എല്ലാവരും അത് പറയുന്നില്ലല്ലോ, എല്ലാവരും അത് ചർച്ച ചെയ്യുന്നില്ലല്ലോ, തസവ്വുഫിന്റെയും ത്വരീഖത്തിന്റെയും ആളുകൾ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്മാറരുത്. വഇയ്യാക വത്വരീഖൽ ബാതിൽ വലാ തഗ്തർ ബികസ്റത്തിൽ ഹാലികീൻ, തിന്മയുടെ മാർഗത്തിലേക്ക് ചെന്നാൽ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് ആളുകൾ കൂടുന്നിടത്തേക്ക് പോയി നശിക്കുകയാണോ വേണ്ടത്? ആളുകൾ കുറവാണെന്ന് വിചാരിച്ച് നന്മയുടെ പക്ഷത്തേക്ക് വരാതിരിക്കല്ലേ. ഇതാണ് നിന്റെ വിജയത്തിന്റെ വഴിയെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഏറ്റവും വലിയ തർബിയത്തിന്റെ മശായിഖന്മാരിൽ എണ്ണപ്പെടുന്നവരാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തർബിയത്ത് മഹത്തുക്കളായ സജ്ജനങ്ങളായ ഉലമാ ഓരോ കാലഘട്ടങ്ങളിലും തസവുഫിന്റെ ആലിമീങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ബയാനിൽ ഖുർആൻ അലാ സബ്അത്തി അഹ്റുഫ് എന്ന ബാബിൽ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അത് മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഫിൽ മസ്ജിദ്, ഞാൻ മസ്ജിദിൽ കിടക്കുകയാണ്, മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ദഖല റജുലുൻ ഫസല്ല, ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു, അവർ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരത്തിൽ അവർ ചില ഖിറാഅത്ത് ഖുർആൻ ഓതി. ആ ഖിറാഅത്ത് ശരിയല്ല എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. വേറെ ഒരാൾ വന്നു, അദ്ദേഹം ഖുർആൻ ഓതി. ആൾക്ക് മുമ്പ് വന്ന ആൾ ഓതിയ പോലെയല്ല, അയാൾ വേറൊരു രീതിയിലാണ് ഖുർആൻ ഓതിയത്. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പോവല്ലേ, ഞങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്റെ കൂടെയുള്ള രണ്ടുപേരും, ഞങ്ങൾ 3 പേർ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഹാദാ ഖറഅ ഖിറാഅതൻ ഫഅൻകർതുഹാ അലൈഹി, നബിയേ, ഇദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുകയും ആ ഖുർആൻ ശരിയല്ല, ഓതിയത് തെറ്റായിരുന്നുവെന്ന് എന്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. അയാൾ ഓതിയ രീതി മാലികി യൗമിദ്ദീൻ, ഫാത്തിഹ ഓതുമ്പോ അവിടെ തന്നെ വേറെ ഖിറാഅത്തുണ്ട്, മുല്ലാഖി യൗമിദ്ദീൻ. അങ്ങനെയൊക്കെ ഒരു ഉസ്താദ് പള്ളിയിൽ ഓതി നമ്മളെ പുറത്താക്കാൻ പറ്റിക്കാര്, ഉസ്താദിന് ഫാത്തിഹ വരെ അറിയില്ല എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയും വിശുദ്ധ ഖുർആനിന്റെ ഓത്തുണ്ട്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടു പോരുന്ന ഇമാമിങ്ങളെ ഹഫ്സ് റളിയല്ലാഹു അൻഹു, മറ്റു ഏത് ആശിം എന്നവരോ ആരെയാണോ ഓരോ പ്രദേശങ്ങളിലും പിൻപറ്റുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഓതിപ്പോരുക. അപ്പോ ഖിറാഅത്ത് മാറ്റി ഓതുമ്പോൾ നമുക്ക് വിഷമം തോന്നും, റബ്ബേ എങ്ങനെ ഉണ്ടോ, ഇയാൾ തെറ്റിച്ചോ. മാലികി യൗമിദ്ദീൻ, മലികി യൗമിദ്ദീൻ, അങ്ങനെയും ഖിറാഅത്തുണ്ട്. മുല്ലാഖി യൗമിദ്ദീൻ എന്നും ഖിറാഅത്ത്. നമ്മൾ മാലിക്കിനെ ഓതിയാൽ മതി കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അതാ പറയുന്നത്, നബി, അദ്ദേഹം ഓതിയ ഓത്ത് എനിക്ക് പിടിച്ചിട്ടില്ല, അയാൾ ഓതിയത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇദ്ദേഹം ഓതി വേറെ രീതിയിൽ. ഏതാ നബി ഇത് ശരി? ഞാൻ വേറെ രീതിക്ക് ഓതുന്നു, ഒരാൾ ഒരു രീതിക്ക് ഓതി, ഒരാൾ വേറെ രീതിക്ക്. 7 രീതികളിൽ 7 ശൈലികളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഹദീസ് കൊണ്ടുവരുന്നത്. ഞാൻ ചെന്നു, ഫഅമർഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറഅ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ അവരോട് ഓതാൻ പറഞ്ഞു. രണ്ടുപേരും ഓതി. ഫഹസ്സന നബിയു ശഅനഹുമാ, രണ്ടുപേരുടെയും ഓത്ത് ശരിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരുടെയും ഓത്ത് ശരിയാണ്, രണ്ടാളും ഓത്ത് ശരിയാന്ന് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസഖത ഫീ നഫ്സി മിനത് തക്ദീബ്, ഞാൻ മറ്റേയാള് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ, ഞാനത് തെറ്റാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം എന്റെ ഉള്ളിൽ. കാരണം എനിക്കറിയാതെ പോയല്ലോ, അദ്ദേഹത്തെ ഓതിയ ആ ഖിറാഅത്തും അങ്ങനെയും ഹക്കദാ നസൽ, ഇങ്ങനെയും അള്ളാഹുവിന്റെ കലാം ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാതെ പോയല്ലോ. അയാൾ പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വലിയ വിഷയമാണ്, ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു വിഷയം തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഹൽ അഹത്ത, നിങ്ങൾക്കത് മുഴുവൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണം എന്നാണ്. ഹൽ അഹത്ത ബിക്കുല്ലിൽ അഹാദീസ്. ഇമാമുന സുഹ്രി തങ്ങളുടെ ഒരു വിഷയം അങ്ങനെ ഉണ്ട്. മാലിക്കി മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാമുന സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി, മദീനത്തൊക്കെ നിസ്കാരത്തിൽ ഒരു സലാമാണെന്ന് വീട്ടാറ്. ഇപ്പോഴും മയ്യത്ത് നിസ്കാരത്തിൽ കാണാൻ പറ്റും, അസ്സലാമു അലൈക്കും അത്രേ പറയുള്ളൂ മയ്യത്ത് നിസ്കാരം. നമ്മൾ വീട്ടിലെ രണ്ടാമത്തെ അല്ലെ, ഹറമിലൊക്കെ പോയി നിസ്കരിച്ചാൽ മനസ്സിലാവും. മയ്യത്ത് നിസ്കാരത്തിൽ ഒരു സലാമല്ലേ വീട്ടുന്നത്. അപ്പൊ ഇമാം സുഹ്രി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഒരാൾ നിസ്കരിക്കുന്നു, ഫസല്ലമ തസ്ലീമത്തൈൻ, 2 സലാം വീട്ടി. സുഹ്രി ഇമാം ചോദിച്ചു, അല്ലത് എവിടുന്ന് കിട്ടി? മദീനക്കാരായ ആളുകളൊക്കെ ഒരു സലാമാണല്ലോ വീട്ടാറുള്ളത്, നിങ്ങൾ ഇങ്ങനെ 2 ചെയ്തു. അപ്പൊ പറഞ്ഞു സുഹ്രി, അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഇബ്നു മസ്ഊദിൻ അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു, ഫസല്ലമ തസ്ലീമത്തൈൻ, നബി തങ്ങൾ 2 സലാം വീട്ടിയിട്ടുണ്ട്, വലത്തോട്ടും ഇടത്തോട്ടും. ഇമാം സുഹ്രി തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ ഹദീസ് കേട്ടിട്ടില്ലല്ലോ. ഹൽ അഹത്ത ബികുല്ലിൽ അഹാദീസ്, സുഹ്രി ഇമാമേ, നിങ്ങൾ ഹദീസ് മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, റസൂലുള്ളാഹി തങ്ങളുടെ മുഴുവൻ ഹദീസ് ഞാൻ പഠിച്ചിട്ടില്ല. ഹൽ അഹത്ത ബിസുലുസൈഹാ, ഹദീസിന്റെ 2/3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ 2/3 നിങ്ങൾക്കറിയുമോ? ലാ. ഹൽ അഹത്ത ബിനിസ്ഫിൽ ഹദീസ്, ഹദീസിന്റെ പകുതി
നബി തങ്ങൾ പറഞ്ഞ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ അതിന്റെ പകുതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഖാല നഅം. അത് പറയാൻ ധൈര്യമുള്ള ഇമാമാണ് ഇമാമുന സുഹ്രി റളിയല്ലാഹു അൻഹു. ഞാൻ പകുതി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സുഹ്രി ഇമാമേ ലഅഹാ ഫിൽ നിസ്ഫിൽ ആഖിർ, നിങ്ങൾക്ക് പഠിക്കാത്ത മറ്റേ പകുതിയില്ലേ, അതിലേക്ക് ഹദീസ് അങ്ങ് വെച്ചോളൂ എന്ന് ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു. ഉലമാ ഇതിലൊരു നുക്ത മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഷയത്തെ സംബന്ധിച്ച് നഫി, നിരാകരിക്കുക, അതില്ല, അത് തെറ്റാണ്, അത് കളവാണ് എന്നൊക്കെ പറയുമ്പോ ലോകത്തെ ആലിമീങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ അത് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ഓതിയ കിതാബുകൾ കണ്ടിടത്തോളം എന്നല്ലാതെ ഒരു വിഷയം നഫി ചെയ്യുന്നത് വലിയ അപകടമാണ്. നഫി ചെയ്യാൻ വലിയ ധൈര്യം വേണം. ഇല്ല എന്ന് പറയാൻ, അങ്ങനെ ഇല്ല എന്ന് പറയണമെങ്കിൽ വല്ലാത്ത ധൈര്യം വേണം. അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ധൈര്യം വേണം. എങ്ങനെ ഇഹാത്ത വേണം, വിഷയങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കണം. കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഫസഖത ഫീ നഫ്സി മിന തക്ദീബ്, എനിക്ക് ആ സ്വഹാബി ഓതിയത് തെറ്റാണെന്ന് ഞാൻ ചിന്തിച്ചു പോയതിൽ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. കഅബ് തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഫഅൻകർതുഹാ ഫീ നഫ്സി, എന്റെ മനസ്സിൽ എനിക്ക് വിഷമം തോന്നിയതാണ്, അയാൾ ഓതിയത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ ആ മനസ്സിലാക്കിയത് തെറ്റായിരുന്നല്ലോ. കാരണം രണ്ടുപേരുടെയും ഖിറാഅത്ത് ശരിയാണെന്ന് പറഞ്ഞു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഖം ഫലമ്മാ റആ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖദ് ഗശിയനി, എന്റെ മുഖത്ത് കാണുന്ന വിഷമം അല്ലാഹുവിന്റെ റസൂല് കണ്ടപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ജാള്യത, ഒരു വിഷമം, ഒരു സങ്കടം എന്റെ മുഖത്ത് ഹബീബായി തങ്ങൾ കണ്ടപ്പോ ضرب في صدري, എന്റെ നെഞ്ചിൽ നബി തങ്ങൾ അടിക്കുകയുണ്ടായി. ففلت عرقا, ഞാൻ അങ്ങ് വിയർക്കാൻ തുടങ്ങി. وكأني انظر الى الله عز وجل فرقا, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണുന്ന പോലെ, പേടിയാൽ അല്ലാഹുവിനെ കാണുന്ന പോലെ ഹബീബിന്റെ ആ ഒരു അടി കൊണ്ട് എനിക്ക് മനസ്സിലായി, എന്റെ ഖൽബിന്റെ വിഷമം നീങ്ങുകയും ചെയ്തു എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ശൈഖന്മാരായ ആളുകൾ അവിടുത്തെ മുരീദന്മാരുടെ നെഞ്ചിൽ തൊട്ട് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഞ്ചത്ത് അടിച്ചു കൊടുക്കുന്നത്, തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുക്കുന്നത് തർബിയത്തിന്റെ രീതികളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നത്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ضرب في صدري, എന്റെ മുമ്പിലുള്ള തങ്ങൾ കണ്ടു, എന്റെ മനസ്സിനെ നബി തങ്ങൾ കണ്ടു. തങ്ങൾ അടിച്ചതിൽ പിന്നെ എനിക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന പോലെ, كأنما وكأني انظر الى الله عز وجل, അല്ലാഹുവിനെ കാണുന്ന പോലെ ഒരു നൂറ് ഹബീബിന്റെ കയ്യിലൂടെ എന്റെ നെഞ്ചിലേക്ക് അല്ലാഹു പകർന്നു തന്നു എന്ന് നബി തങ്ങളുടെ തർബിയത്തിനെ സംബന്ധിച്ച് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോ ഹബീബായി തങ്ങളുടെ കാലം മുതൽ തർബിയത്ത് നടന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ വലിയൊരു അത്ഭുതം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതവും അങ്ങനെയാണ്. ഒരുപാട് ആളുകൾക്ക് പിടിച്ചെടുക്കാനുള്ളത് അതിൽ കാണും. ഒരു സാധാരണക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയാൽ, മൂന്നാളുകൾ വന്നു അല്ലേ, നബി തങ്ങളുടെ നിസ്കാരം എങ്ങനെയാ ചോദിച്ചു. കാന യഖൂമു വയർഖുദു, നബി തങ്ങൾ രാത്രി എഴുന്നേൽക്കും, തങ്ങൾ ഉറങ്ങും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇത് നബിയല്ലേ, നമ്മൾ ഉറങ്ങാൻ പറ്റൂല, ഞാൻ ഈ ഉറങ്ങുന്നല്ല, ഞാൻ ഇന്ന് രാത്രി നിസ്കാരത്തിലാണ്. അടുത്ത ആളെ ചോദിച്ചു, കൈഫ സൗമു, നബി തങ്ങളുടെ നോമ്പ് എങ്ങനെയാണ്? നബി തങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചു. കാന യസൂമു വയുഫ്തിറു, നബി തങ്ങൾ സുന്നത്ത് നോമ്പെടുക്കും, സുന്നത്ത് നോമ്പ് ഇല്ലാത്ത നേരം ഉണ്ടാവും. ഇത് നബിയല്ലേ, ഞാൻ ഇനി എന്നും സുന്നത്ത് നോമ്പാണ്. വേറെ ഒരാൾ ചോദിച്ചു, നബി തങ്ങളുടെ വീട്ടുകാര്യങ്ങൾ എങ്ങനെയാണ്? നബി തങ്ങൾ ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നവരാ, എന്നാലേ ഞാനിനി അത് ചെയ്യൂല, ഞാൻ എന്റെ ഭാര്യമാരൊക്കെ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇബാദത്തിന് പോവാണ്. അപ്പോഴാണ് നബി തങ്ങൾ, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും നിങ്ങളിൽ ഭയപ്പെടുന്നത് ഞാനാണ്. ഫഇന്നി അഖൂമു വഅർഖുദു, ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് ഇല്ലാത്ത ദിവസമുണ്ട്. വഇന്നി അൻകിഹുൻ നിസാ, എനിക്ക് എന്റെ ഭാര്യമാരോടൊപ്പം ജീവിതവുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് സ്വീകരിക്കാത്തവർ എന്നിൽപ്പെട്ടവനാണ്. ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിതത്തിലേക്കുള്ള മാതൃക ഈ ഹദീസിൽ കാണാം. അതേ നബി തങ്ങൾ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, പൊന്നാര നബിയെ, ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് ഹബീബായ നബിയെ നിങ്ങൾ ഇങ്ങനെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ എന്തിന് നിസ്കരിക്കണം? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ഗഫറ ബിമഅനാ സതറ, നബിയെ അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവച്ചിട്ടില്ലേ, അങ്ങ് മഅസൂമായ നബിയല്ലയോ നബിയെ, അങ്ങ് എന്തിനാ ഇങ്ങനെ നിസ്കരിക്കേണ്ട വല്ല കാര്യമുണ്ടോ റസൂലേ, എന്തിനിങ്ങനെ ക്ഷീണിക്കണം? അപ്പൊ നബി തങ്ങൾ കാന യുസല്ലി, അവിടുന്ന് നിസ്കരിക്കുകയും കാലിൽ നീര് വന്ന് വീർക്കുമായിരുന്നു.
ഇതും നബി തങ്ങളുടെ മാതൃക തന്നെയാണ്. ഓരോരുത്തർക്കും പിടിച്ചെടുക്കാൻ കഴിയും. ഒന്നേ ഉള്ളൂ, മറ്റേതില്ല എന്ന് പറയാൻ കഴിയില്ല. ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും നബി തങ്ങളുടെ രീതികൾ, ബൈഅത്തിന്റെ രീതികൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. കാരണം തസൗഫിന്റെ ആ ഒരു മാർഗത്തിലേക്ക് കടക്കുമ്പോ തസൗഫിന്റെ ആലിമീങ്ങൾ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും ആളുകളാണ്. കാരണം അവരുടെ ജീവിത രീതി സുഹുദാൻ, ഖൗഫും മിനല്ലാഹ് വറജാഹ്, അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിലുള്ള പേടിയുമാണ്. വസ്സിദ്ഖു വൽ അമാന, സത്യസന്ധതയാണ്, അമാനത്താണ്. വൽ ഇൽമു ബിഫറായിദിൽ ഉമൂരി വസുനനി, ഇസ്ലാമിന്റെ സുന്നത്തുകളും ഫർളുകളും അഹ്കാമുകളും അറിയുന്ന ഇൽമിന്റെ വഴിയിലൂടെ പരിത്യാഗികളായി ജീവിച്ച് സത്യസന്ധന്മാരായി ജീവിച്ച് ആളുകൾക്ക് തർബിയത്ത് കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. തസൗഫ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. യുക്തിവാദികൾ വരെ ചർച്ച ചെയ്യും തസൗഫിനെ കുറിച്ച്. സൂഫിസം അല്ലെങ്കിൽ തസൗഫിനെ സംബന്ധിച്ചൊക്കെ അവര് വളരെ മോശമായ രീതിയിലെ വെസ്റ്റേൺസ് മനസ്സിലാക്കുക. മിസ്റ്റിക് സൂഫി എന്നൊക്കെ പറയും. അതല്ല സംഭവം. ഇത് അള്ളാഹുലേക്കുള്ള ഇഹ്സാനിന്റെ മാർഗമാണ്. അള്ളാഹുലേക്ക് അടുക്കാനും ഖൽബിന് നൂറും വെളിച്ചവും കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തലമുറകളായി നബി തങ്ങളിൽ നിന്ന് വെളിച്ചം കൈമാറി കിട്ടിയ സ്വഹാബിമാർ, അവരിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച താബിഈങ്ങൾ, അങ്ങനെ വഴികളിലൂടെ തലമുറകളിലായി ഇജാസത്ത് വഴിക്ക് ലഭിക്കുന്ന ഒരു രീതിയാണ് തസൗഫിന്റെ രീതി. അതിനൊക്കെയുള്ള തെളിവുകൾ നമ്മുടെ ആലിമീങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്.